ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സ്റ്റെല്ല രഞ്ജിത്ത്. ഇന്നലെ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. കുറച്ച് വികാരപരിധിയായിട്ട് സംസാരിച്ചു. നമ്മുടെ ഉമ്മർ പറയുന്ന പോലെ, ശോഭേ ഞാൻ വികാരജീവിയാണെന്ന് പറയുന്ന പോലെ ഞാൻ ഇന്നലെ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. ആക്ച്വലി ഇമോഷണൽ ആയിട്ടല്ല ഞാൻ തുടങ്ങിയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു തുടങ്ങിയത്, പക്ഷേ ഇമോഷണൽ ആയിപ്പോയി. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നത്, എന്തിനാ കരയണേ, നിനക്ക് പറയേണ്ട കാര്യങ്ങള് പറഞ്ഞാ പോരെ, മുഖത്ത് നോക്കി സംസാരിച്ചാ പോരെ. മുഖത്ത് നോക്കണില്ല, ഞാൻ എന്റെ മുഖത്ത് നോക്കി തന്നെയാ സംസാരിക്കണേ. മുഖത്ത് നോക്കി സംസാരിച്ചാ പോരെ, എന്തിനാ ഇമോഷണൽ ആവണേ, കരയണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ആഹ് ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ വേറെ ഒരു പ്രൊഫഷനിലുള്ള ആളാണ്. ഇപ്പൊ നമുക്ക് കാണാം, നമ്മുടെ ടി വിയിലാണെങ്കിലും, TV ചാനലുകളിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ ഒരുപാട് പേരുകൾ പല കണ്ടന്റ് എടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും വരത്തില്ല, എങ്കിലും കുറെയൊക്കെ മനസ്സിൽ തട്ടി ഒക്കെ ആളുകൾ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വികാരജീവികളായി പോകും. നമുക്ക് വികാര വിസ്ഫോടനങ്ങൾ വരാം, ചിലപ്പോൾ ദേഷ്യം വരാം, ചിലപ്പോൾ സങ്കടം വരാം. ചിലപ്പം ദേഷ്യം കൊണ്ടുള്ള ഒരു സങ്കടമായിരിക്കും, കാരണം അതൊരു ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയായിരിക്കും, അല്ലെ. നമുക്ക് എല്ലാ കാര്യങ്ങളെയും നമുക്ക് കിട്ടണം, നമുക്ക് അനുവദിച്ച് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാണ്ടിരിക്കുമ്പോൾ, നമ്മളിങ്ങനെ ശരിക്കും ഒരു പുറമ്പോക്കായിട്ട് നമ്മളെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണ ഒരു പ്രത്യേക വൈകാരിക മനോഭാവങ്ങളാണ് ഞാൻ ഇമോഷണൽ ആയി പോയത്. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ നഴ്സിംഗ് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, അതായത് നഴ്സുമാരായി പ്രൊഫഷണലി ജീവിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റ് പ്രൊഫഷനിലുള്ളവർക്ക് അത് പറ്റത്തില്ല. ഇപ്പൊ നമ്മളൊരു രോഗം എടുത്താൽ തന്നെ അതേ രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് മാത്രമേ അയാളുടെ രോഗത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവാത്ത ഒരാളോട് നമ്മുടെ രോഗാവസ്ഥയെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മറ്റാൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ അതേപോലെ അനുഭവിക്കാനോ മനസ്സിലാക്കാനോ പറ്റത്തില്ല. ഒരു പരിധിവരെയൊക്കെ മനസ്സിലാവും, എന്നാലും മറ്റാളെ പോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതേ പ്രൊഫഷനിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ കടന്നു വന്ന വഴികൾ എന്ന് പറയുന്നത്, ബേസിക്കലി അറിയാം, നഴ്സിംഗ് എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സും ഉണ്ട്, ഡിഗ്രി കോഴ്സും ഉണ്ട്. ഇപ്പൊ ജനറൽ നഴ്സിംഗ് ഒരു ഡിപ്ലോമ കോഴ്സ് ആയിട്ട് പോകണു. അതേപോലെ തന്നെ BSc നഴ്സിംഗ് 4 വർഷം പഠിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ MBBS 5 വർഷമാണ്. എന്നാലും ഇതുപോലെയൊക്കെ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുമ്പോൾ ഇത്രയും വർഷം പഠിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് നോക്കുമ്പോൾ ഇപ്പൊ ബാക്കി മേഖലയിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ എല്ലാ തലത്തിലും ഉണ്ടല്ലോ, വിദ്യാഭ്യാസ രംഗത്തും അതുണ്ട്. ഇപ്പം ഒരു MBBS പഠിക്കണോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കണോ എന്ന് പറയുന്ന പോലെ അല്ല, ഒരു നഴ്സിംഗിന് പഠിക്കണോ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു മനോഭാവവും അവരോടുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെ അങ്ങനെയല്ല. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവരെന്തോ താഴെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് രോഗികളെ, അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്ന, മോശം കാര്യങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഡയപ്പർ ചേഞ്ചിങ്, അല്ലെങ്കിൽ ഛർദ്ദിക്കുമ്പോൾ നോക്കണത്, അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നത് കുറച്ചും കൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നഴ്സുമാർക്ക് ഒരു അസിസ്റ്റന്റും കൂടെ ഉണ്ടാവും. ഈ അതായത് ഡയപ്പർ ചേഞ്ചിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അസിസ്റ്റന്റുമാരുണ്ടാവും. പക്ഷേ പ്രൊഫഷണൽ കാര്യങ്ങൾ മാത്രമായിരിക്കും നഴ്സുമാർ ചെയ്യണത്. അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് അവർ ആഗ്രഹിക്കുന്ന ഡിഗ്നിറ്റി, അവർക്ക് കിട്ടേണ്ട ബഹുമാനം, എന്തൊക്കെ കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും, കൂടെ ജോലി ചെയ്യുന്ന മറ്റു കൊളീഗ്സ് ആണെങ്കിൽ പോലും നമ്മളെയും തുല്യരായി തന്നെ കണ്ടു പെരുമാറും. അതുപോലെ രോഗികളുടെ ഭാഗത്തു നിന്നും അതുപോലൊക്കെ തന്നെയാണ് നമ്മളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്. അപ്പം ഈ എല്ലാ തരത്തിൽ കൂടെയും കടന്നു പോന്നിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്കുള്ള ഒരു മനോഭാവം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്റെ ലൈഫിൽ. എനിക്കിപ്പോ അതൊരു എന്താ പറയണ്ടേ, നഴ്സുമാരുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടാവും പല സാഹചര്യങ്ങളിൽ. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ പോലും ആണെങ്കിലും പണ്ട് തൊട്ടേ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബൊക്കെ കാണുന്ന ആളുകളാണല്ലോ. അപ്പം പല കാര്യങ്ങളെ പറ്റി കേൾക്കുമ്പോഴും നമ്മളുടെ അഭിപ്രായങ്ങൾ പുറത്ത് പറയണം, അതെന്താണ് അതിന്റെ അഭിപ്രായം നമുക്കുള്ളതെന്ന് പറയണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല. അതെന്റെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നിരിക്കാം എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്തത്. ഇത്രയും നാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തന്നെ ഞാൻ കുറെ വർഷങ്ങളായി ചിന്തിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്കത് സാധിച്ചത്. അപ്പൊ ആ സാധിച്ച സമയത്ത് തന്നെ എനിക്ക് സംസാരിക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു കാര്യം നഴ്സിംഗ് ഫീൽഡിനെ കുറിച്ചാണ്. ഇത്രയും അപമാനിതരായി ജീവിക്കുന്ന ഒരു പ്രൊഫഷണലിസ്റ്റുകളാണ് നഴ്സുമാരെന്ന് ഞാൻ പറയും. കാരണം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിറങ്ങിയിട്ട് പോലും അതിന്റെ ഒരു ഡിഗ്നിറ്റിയോ അതിന്റെ ഒരു റെസ്പെക്റ്റോ അതിന്റെ ഒരു ആ
ശമ്പളം ശമ്പളമോ ഒരു കാര്യവും കിട്ടാതെ ഇത്രയും താഴേക്കിടയിൽ തന്നെ നിൽക്കുന്ന ഒരു സമൂഹമാണ് അവര്. ശരിക്കും പറഞ്ഞാൽ പാവങ്ങളാണ്. പാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി പാവങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള അറിവുകൾ എല്ലാവർക്കും ഇല്ല. അപ്പം അങ്ങനെയുള്ള നേഴ്സുമാരെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് പേര് ചുറ്റുപാടും ഉണ്ട്. ഇപ്പൊ വിദേശങ്ങളിൽ പോകാനാണെങ്കിൽ പോലും ഇന്ന സ്ഥലത്ത് പോവാം, നല്ല ജോലി തരും എന്നും പറഞ്ഞ് പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് 5, 6, 8, 10, 20 ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് അവരെ ചതിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലേ? അപ്പം എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് എവിടാണെങ്കിലും പോയാൽ മതിയെന്ന് മാത്രം വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ നഴ്സുമാർ. കാരണം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അത്രയും 5, 6, 7 ലക്ഷം രൂപ മുടക്കി പഠിച്ചിട്ട് അവർക്കൊരു വരുമാനം കിട്ടണില്ല, ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റണില്ല, അവരുടെ കുടുംബം ജപ്തി ചെയ്ത് പോകും, അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറുകയല്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഏത് ബോംബിടണ രാജ്യമാണെന്ന് വെച്ചാലും ഈജിപ്തോ ഇസ്രായേലോ ഇറാനോ അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ട് എന്ത് പ്രതിസന്ധി തലയിൽ ബോംബ് വീഴുന്ന രാജ്യമാണെന്ന് വിചാരിച്ചാലും എങ്ങനെയും പോയി പൈസ ഉണ്ടാക്കാന്ന് മാത്രമേ അപ്പൊ ചിന്തിക്കുള്ളൂ. എല്ലാവരും വിചാരിക്കും നമ്മൾ നാട്ടിൽ കാരണവന്മാരെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ പോകുന്നു, കാരണവന്മാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പേരൻസിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു വശം, അവർക്ക് എന്ത് ആവശ്യങ്ങൾ വന്നാലും അവരുടെ മക്കളെ വിളിക്കാൻ പറ്റത്തില്ല, വിളിച്ച് സംസാരിക്കാം, പക്ഷെ അത് ആയില്ലല്ലോ, നമുക്ക് ആൾക്ക് ആള് തന്നെ കൂടെ വേണം. അപ്പൊ അതേപോലെ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, എല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മളിവിടെ വിദേശത്ത് വന്ന് സുഖമായിട്ട് ജീവിക്കാന്ന് ചിന്തിക്കുമ്പോൾ നമ്മളും ഇവിടെ ഒറ്റയ്ക്കാണുള്ളത്, നമുക്ക് ആരുമില്ല. ഫ്രണ്ട്സ് ഉണ്ട് ശരിയാ, പക്ഷെ എല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കുന്നവരും ഇവിടെ കൂടെയുള്ള എല്ലാ ആളുകളും ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നവരാ. അപ്പൊ അവർക്കും രാവിലെ 8 തൊട്ട് വൈകുന്നേരം 5 വരെ ജോലി ചെയ്യുക. ഓരോ ഇപ്പൊ നേഴ്സുമാർക്ക് പൊതുവേ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുക. അപ്പൊ പിള്ളേരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഇത് നിൽക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വന്നാൽ പോലും നമ്മുടെ ഫ്രണ്ട്സിനെ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അവർക്ക് വീട്ടില് പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെയ്ഡിനെ വെക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, നേഴ്സുമാരായിട്ട് പോലും മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വീട്ടിലൊക്കെ ഒരു മെയ്ഡിനെ വെക്കാൻ പറ്റും. അവർ വീട്ടില് കുക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാം, ബാക്കി അവർക്ക് 2 പേർക്ക് ഹസ്ബൻഡുമായിട്ട് ജോലി ചെയ്യാം, കുട്ടികളുടെ കാര്യങ്ങൾ പിന്നെ അവർ ഷിഫ്റ്റ് അനുസരിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ ജോലി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പേരൻസിനെ ഇവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റത്തില്ല. ജർമ്മനിയിലത്തെ കേസിൽ 3 മാസമാണ് പേരൻസിനെ നിർത്താൻ പറ്റത്തുള്ളൂ. 3 മാസം അല്ലല്ലോ നമുക്ക് ആവശ്യങ്ങളുള്ളത്. ആവശ്യത്തിന് പേരൻസിനെ കൊണ്ട് നിർത്തണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കേട്ടല്ലോ. അപ്പൊ നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവരുടെ പേരക്കുട്ടികളുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിനുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുട്ടികൾക്ക് എപ്പോഴും സങ്കടമാണ്. കാരണം അവർക്ക് ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവരെപ്പോഴും പറയാം അവർക്ക് നാട്ടിൽ പോകണം, ഡാഡിയെ മമ്മിയെ കാണണം, പപ്പയെ മമ്മിയെ കാണണം, അങ്ങനെ അവരെപ്പോഴും പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളപ്പോ പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ജോലി ഇവിടെയാണ്, കുട്ടികൾ പഠിക്കുന്നത് എവിടെയാണ്, അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കുറെ പേരൊക്കെ പുറത്തോട്ട് പോരും. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ സംരക്ഷിക്കുക, അവർക്ക് സാലറി നല്ല രീതിയിൽ കൊടുക്കുക. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഒരുപോലെ സാലറി കൊടുക്കാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞു ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല, വലിയ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നത് ബെഡ് കപ്പാസിറ്റി അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സാലറി ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു നിയമം ഉണ്ടാക്കുക. അതുപോലെ ബാക്കി എല്ലാ ജോലിക്കും ഉള്ളതുപോലെ ഇൻക്രിമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നഴ്സിംഗ് ഫീൽഡിൽ ഇല്ല. എക്സ്പീരിയൻസിന് ഒരു വിലയില്ല. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അപ്ഡേഷൻ ആവാൻ വേണ്ടി അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഈ ഫീൽഡിൽ. അപ്പം എക്സ്പീരിയൻസ് കൂടുന്തോറും നേഴ്സുമാർക്ക് ഇൻക്രിമെന്റ് കൊടുക്കുക, അവർക്കുള്ള അലവൻസ് കൊടുക്കുക, അവധി കൊടുക്കുക, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച്, അതായത് കുട്ടികളുള്ളവര്, ചെറിയ കുട്ടികളുള്ളവര്, അങ്ങനെയുള്ള ആൾക്കാർ, അവരുടെ പ്രഗ്നൻസി ലീവുകൾ, ഇങ്ങനെയുള്ള പല സപ്പോർട്ടുകളും അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി ഗവൺമെന്റ് തന്നെ ഈ നേഴ്സുമാരെ സംരക്ഷിക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് രോഗികളായിട്ട് ആശുപത്രിയിൽ വരുന്നവർ ഒരുപാട് രോഗങ്ങളുണ്ട്. അതായത് എന്താ പറയാ, പകർച്ചവ്യാധികളായിട്ട് വരുന്ന അസുഖങ്ങൾ, ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ്, HIV, HVSAG, ഇങ്ങനെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടം പോലെ അസുഖങ്ങളുണ്ട്. അതുപോലെ ഇപ്പം ഇതുപോലത്തെ മാരകമായിട്ട് വരുന്ന ഇപ്പൊ കൊറോണ വന്ന എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നോ അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നോ എന്ത് മാസ് കാഷ്വാലിറ്റി വന്നോ എപ്പോഴും ലീവ് എടുക്കാതെ പണിയെടുക്കേണ്ട വരുന്നവരാണ് നഴ്സുമാർ. അത് അവർ ജോലി ചെയ്യും, കാരണം അവരുടെ ജോലിയാണ് അത്. ആ സാഹചര്യങ്ങളിൽ അവർ ജോലി ചെയ്യും. പക്ഷെ ആ ജോലി അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് എല്ലാ ഷിഫ്റ്റും മോർണിംഗ് ഈവനിങ് നൈറ്റ് ഒക്കെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്ന ഇവർക്കും കുട്ടികളും കുടുംബവും ഒക്കെ ഉണ്ട്. ഒരു ഫാമിലി ലൈഫ് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുപോലെ വീക്കെൻഡ്സ്, ഹോളിഡേയ്സ്, ഇങ്ങനെയുള്ള അവധികളൊന്നുമില്ല. ഇങ്ങനെയുള്ള അവധികളൊക്കെ കൂട്ടി വെച്ചിട്ട് എപ്പോഴെങ്കിലും ആണ് ഈ അവധിയൊക്കെ എടുക്കുന്നത്. ഒരു അവധിക്ക് ശനി ഞായർ അല്ലെങ്കിൽ അങ്ങനത്തെ ഫാമിലി ഗെറ്റ് ടുഗദറിന് പറ്റുന്ന ദിവസങ്ങളൊന്നും പറ്റില്ലാത്ത ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെയും സമൂഹത്തിന്റെയും കൂടി ഒരു ആവശ്യമാണ്. കാരണം നമ്മളും സമൂഹത്തിൽ തന്നെയല്ലേ ജീവിക്കണേ. നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നു നാട്ടിൽ നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ പേടി ഉണ്ടാവും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ, ഈ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ. സർട്ടിഫിക്കറ്റ് പിടിച്ചു വെക്കുക, പുറത്തു പോവുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല, ഇവിടെ ദാനമായിട്ട് തന്നെ ജോലി ചെയ്തോളൂ. പക്ഷെ ഇവര് നഴ്സുമാരെ വെച്ചിട്ട് ദാനമായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുവാണെങ്കിലും വരുന്ന രോഗികളുടെ അടുത്തുനിന്ന് ദാനമല്ലല്ലോ, അവരുടെ അടുത്തുനിന്ന് ഈ നഴ്സിംഗ് ഫീയും കൂടെ കൂട്ടിയിട്ടല്ലേ പേഷ്യൻസിന്റെ അടുത്തുനിന്ന് എന്തുവാ പൈസ മേടിക്കുന്നത് അല്ലേ? ചെലവും മുഴുവൻ മേടിക്കുന്ന നഴ്സുമാരുടെ ജോലിയുടെ ചെലവും കൂടി അവർ മേടിക്കുന്നുണ്ട്. പക്ഷെ ആ ചെലവ്, ആ കിട്ടുന്ന പൈസ നഴ്സുമാർക്ക് കൊടുക്കണില്ലല്ലോ. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുവാന്നും പറഞ്ഞിട്ട് അവർ പുറത്തു പോകാൻ നോക്കുക, അതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം നിൽക്കണവർ അപ്പ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യാതെ ഒരു ബേസിക് സാലറി എന്ന് പറയുന്ന ഒരു സാധനം എല്ലായിടത്തും ഉണ്ടാക്കുക. തുച്ഛമായ വരുമാനം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടീച്ചേഴ്സ് സമരം ചെയ്യണു, പ്രൊഫസേഴ്സ് സമരം ചെയ്യണു, ഡോക്ടേഴ്സ് സമരം ചെയ്യണു, എല്ലാവരും സമരം ചെയ്യണു. ടീച്ചേഴ്സിനൊക്കെ എത്രയോ സാലറി ഉണ്ട് ഇല്ലേ? റിട്ടയർമെന്റ് പൈസ തന്നെ 50,000 രൂപ മുകളിൽ മേടിക്കുന്ന ടീച്ചർമാരാണുള്ളത് കേരളത്തില്. റിട്ടയർമെന്റ് പൈസ. അപ്പോ നേരെ ജോലിയിൽ നിൽക്കുന്ന ആളുകൾക്ക് 10,000 20,000 ഒക്കെ കിട്ടിയിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എങ്ങനെ ജീവിക്കാൻ പറ്റും? അവർക്കും വീട്ടുകാരില്ലേ, അവർക്കും ആഗ്രഹങ്ങളില്ലേ, ഒരു അവധിയില്ല, ഫാമിലി ലൈഫ് ഇല്ല, ഒന്നുമില്ല. എന്നാൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാമെന്ന് എന്തുകൊണ്ടാണ് ആർക്കും തോന്നാത്തത്? നിങ്ങൾക്കൊക്കെ തോന്നട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അനുഭവിക്കാത്തവർക്ക് അത് പറ്റത്തില്ല. ഒരു സിക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ലീവ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആളില്ലാന്ന് പറഞ്ഞ് ലീവ് തരത്തില്ല. സ്റ്റാഫ് ഷോർട്ടേജ് ആണ്, ലീവ് തരത്തില്ല. നമുക്ക് നടുവേദന, തലവേദന, പെണ്ണുങ്ങളായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പീരിയഡ്സ്, അങ്ങനെ പല പ്രശ്നങ്ങളും വരുമ്പോൾ, പല പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ലീവ് തരത്തില്ല പോയി ജോലി ചെയ്യാൻ. അപ്പൊ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആശുപത്രികൾക്ക് അവർക്കൊരു ശമ്പളം കൊടുക്കുക, അവർക്ക് മാന്യമായി അവരെ പരിഗണിക്കുക എന്നുള്ളത് ഒരു ചിന്തിക്കാവുന്നത്, അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന തന്നെയല്ലേ അത്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളുടെ മന്ത്രിമാര്, നമുക്ക് ഇടപെടേണ്ട ഓരോ ആൾക്കാരുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ചെയ്യാൻ പറ്റുന്നവര് ചെയ്യുക. സേവ് ദ നഴ്സസ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അതിനുവേണ്ടി പ്രതികരിക്കുക, അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെ ഒക്കെ ഓരോ കടമയല്ലേ. അതുകൊണ്ട് മാത്രം ഞാനിത് സംസാരിക്കണം, അതിനെപ്പറ്റി പറയുന്നു. ഓക്കെ, നന്ദി.